ഇന്ന് നമ്മൾ മത്തങ്ങയും ചേനയും എരിശ്ശേരി ആട്ടോ വെക്കുന്നത്. അപ്പോൾ ഇത്രത്തോളമാണ് രണ്ടും എടുത്തിട്ടുള്ളത്. ചേന നന്നായി മൂത്ത ചേന ആയതുകൊണ്ട് അരിഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ട്, അതുകൊണ്ട് നമുക്കിങ്ങനെ കൊത്തി ഇടാം. അപ്പോൾ വേഗം നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. കുക്കറിൽ തന്നെയാണ് കേട്ടോ കൊത്തിയിടുന്നത്. ഇനി നമുക്ക് മത്തങ്ങ അരിഞ്ഞെടുക്കാം. കുക്കറിൽ തന്നെയാണ് ഇടുന്നത്, വേറെ പാത്രമൊന്നും എടുത്തിട്ടില്ല. ഇനി നമുക്ക് മത്തങ്ങയും ചേനയും വേവാൻ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ കാന്താരിയും കൂടെ അരച്ച് ചേർക്കണം. കാന്താരി കുറച്ചേ ഉള്ളൂ, അപ്പോൾ മുളക് തന്നെയായിട്ട് നന്നായി അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് തേങ്ങയും കുറച്ച് മഞ്ഞളും കൂടെ ചേർത്താണ് അരച്ചെടുക്കുന്നത്. നന്നായി അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് കല്ലാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വേവാൻ വെക്കാം. ഒരു 4 വിസിൽ മതിയാവും. സിമ്പിളാണ് കേട്ടോ. അപ്പോൾ കഷ്ണം ഒക്കെ വേവുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, 2 ചുള്ള വെളുത്തുള്ളിയും കുറച്ച് ജീരകവും തേങ്ങയും അരച്ചെടുക്കാം. ഇത് നന്നായി അരച്ചെടുക്കണ്ട. ഓക്കെ, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഈ സമയം കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. 4 വിസിലടിച്ചിട്ടുണ്ട്. നമുക്ക് കഷ്ണമൊക്കെ വെന്തോ നോക്കാം. 4 വിസിലടിക്കുമ്പോഴത്തേക്ക് എന്താണേലും വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി കഷ്ണമെല്ലാം ഉടച്ചതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം. നന്നായി കഷ്ണമെല്ലാം ഉടച്ചെടുക്കുക. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർക്കാം. ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഓക്കെ, ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അത് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്കാണ് നമ്മൾ തേങ്ങയിട്ട് വറക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ കൂട്ടുകറിക്കൊക്കെ ചെയ്യുന്ന പോലെ തേങ്ങ വറുത്തത് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് കളർ മാറി വരുന്നുണ്ട്. അപ്പോൾ നന്നായി കളർ മാറി നന്നായി മൂപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നമുക്ക് ഓണത്തിനൊക്കെ ഈ കറി ആക്കുകയാണെങ്കിൽ സൂട്ടായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് കൊടുക്കും. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.